ആനിയുടെ അർജുൻ സർക്കാർ ഹിറ്റ് ദ തേർഡ് കേസ് കണ്ടു. എന്താ പറയണ്ടേ, സൈലേഷിൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ. ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യമൊക്കെ ഞാൻ എൻജോയ് ചെയ്ത ഫിലിംസാണ്. പക്ഷെ തേർഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഇത്ര ഇത്ര വീക്കായിട്ടുള്ളൊരു പ്ലോട്ടും അതുപോലെ തന്നെ ഞാനിങ്ങനെ വളരെ പ്രിയോക്യുപ്പൈഡ് ആയിട്ട് വന്ന പോലെ ഉണ്ട്. അതായത് ഞാനിങ്ങനെ ഭയങ്കര ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. ഞാനിങ്ങനെ വെൽ കൺട്രോൾഡ് ആയിരിക്കണം, നന്നായിട്ട് മസിൽ പിടിക്കണം, പിന്നെ അത്യാവശ്യം ഇതിൽ ഒരു മാർക്കോ എൻ്റെ ഉള്ളിലുണ്ട് ഈ സിനിമയിൽ നിന്നൊക്കെയുള്ള ഒരു ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ഒരു വെയിറ്റോട് കൂടി എടുക്കില്ലേ, അങ്ങനത്തെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും. ഇതിൽ ഈ അർജുൻ സർക്കാരിൻ്റെ ഒരു ഹയർ ഓഫീസിൽ അവരോട് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സൈക്കോപാത്ത് പോലെ ഇത്ര വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഇയാളിങ്ങനെ കാര്യമായിട്ട് ആൻസർ ഒന്നും പറയാനില്ല. സത്യത്തിൽ ഈ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പല സ്ഥലങ്ങളിലും ഇതിങ്ങനെ പൊട്ടറിയാൻ ശ്രമിക്കുന്ന അതായത് ഇങ്ങനെ ഒരു ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പോലെയാണ് തോന്നിയത്. ഒരു ഒരു രസമില്ലായിരുന്നു ഈ സിനിമ കാണാനായിട്ട്. സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ എന്താ പറയുക, ഫ്രീഡം ആ ഒരു കൾട്ടിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്കും എനിക്ക് പഴയ കാലത്തെ തെലുഗു സിനിമകളാണ് ഈ സിനിമ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഏതാണ്ട് അതേ ഒരു ലെവലിലേക്ക് ഈ സിനിമ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫ് അങ്ങ് തുടങ്ങുമ്പോൾ തൊട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ഐ മീൻ ലൈക്ക് ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരു സമയം തൊട്ട് മൊത്തത്തിൽ നമ്മൾ ഒന്നുമല്ല കേട്ടോ. മാർക്കോ നാനീനെ നിങ്ങൾ ഹിറ്റ് തേർഡ് കേസിൽ കാണണം. എവിടേക്കാണ് ഇത് പോകുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒരു ഒരു ഗതിയില്ലാത്തൊരു സിനിമയായിപ്പോയി. അത് ഇനി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു ലവ് ട്രാക്കൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി കുറച്ച് മെച്ചപ്പെടുന്നുണ്ടല്ലോ സിനിമ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുറേ പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങനത്തെ ട്രാക്ക് കുറേ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു പോലീസ് ഓഫീസറായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറേ കണ്ടിട്ടുണ്ടല്ലോ എന്നാലോചിച്ചു. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. ആക്ട്രസൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഈ ഫീമെയിൽ ലീഡൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഒന്നും കാണുന്നില്ല. എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ലാസ്റ്റ് ഷോട്ടിൽ നമ്മുടെ കാർത്തി വന്നപ്പോഴാണ് ഒരു സമാധാനമായത്. അടുത്തത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫോർത്ത് കേസ് നമുക്ക് നോക്കാം. എന്തായാലും തേർഡ് പോയി കിട്ടി.